ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ സിഎമ്മിനെ ചെറുതാക്കുന്ന ആളല്ല. സിഎം ഒരു നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു സാങ്കേതിക അവസ്ഥയിൽ നിന്ന് പൊങ്ങിപ്പോയി ഒരു കുത്തുബാനിയത്തിന്റെ ദർജയിലല്ലാതെ അങ്ങനെ ആളല്ല. ഒരു ഭാഗ്യമാണ് സിഎം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സിഎം വലിയ ആളല്ലേ? 100% വലിയ ആളാണ്. അതേസമയത്ത് ഈ ആളുകളുമായി കമ്പയർ ചെയ്യാവുന്ന ഒരാളാണോ സിഎം? അതല്ല. നമ്മൾ വളരെ ഈ ആളുകൾ ഇത്തിബായിന് പറ്റുന്ന ആളുകളാണ്. സിഎമ്മിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇത്തിബായിന് പറ്റൂല, തിരിഞ്ഞില്ല. ഇത്തിബായിന് പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ്, ഇത്തിബായിന് പറ്റാത്തവരെക്കാൾ. സിഎം ജീവിച്ചിരുന്ന കാലത്ത് വളരെ ചിന്തിക്കണം. നമ്മൾ ഇത്തിബായിന് പറ്റുന്ന സിഎമ്മിനെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം. അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല. പക്ഷെ അവർ ഇത്തിബായി ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയാ, ഇപ്പൊ സിഎം നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നറിയല്ല, നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചില്ല എന്ന് പറയല്ല. നീ നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവും അല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ത് വേറെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അവർക്ക് നിസ്കാരം അവരെ അക്കലുണ്ടാവില്ല. ആ അക്കല് അള്ളാഹുവിൽ നിന്ന് മുറിയൂല്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിബാ ചെയ്യുന്ന ആളുകളെയാണ്. മനസ്സിലായോ? ഇത്തിബാ ചെയ്യുന്ന ആളുകളെ പിമ്പറ്റി കയറിയാലേ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്ക് അടിക്കണം. തിരിഞ്ഞിട്ടില്ല, ആ ലോട്ടറി അടിക്കൂല. ഉദാഹരണം പറയാം, ഒരാൾ ചക്ക വെട്ടി തള്ളിയിടുന്ന സമയത്ത് മുയല് പുല്ല് തിന്നുണ്ടായിരുന്നു താഴെ. ചക്ക പ്ലാവ് കയറിയിട്ട് ചക്ക വെട്ടി തള്ളിയിടുന്നതിനിടയിൽ താഴെ മുയല് പുല്ല് തിന്നുന്നുണ്ട്, കറുക പുല്ല് തിന്നു മുയല്. ആ സമയത്താണ് വേറൊരാൾ മേലെ കയറി പ്ലാവിന്റെ മേലെ കയറിയിട്ട് ചക്ക വെട്ടുന്നത്. അപ്പൊ ചക്ക വെട്ടി തള്ളിയിട്ടതിനിടയിൽ നേരെ ചക്ക വീണത് മുയലിന്റെ കാലുമക്ക അല്ലെങ്കിൽ വാലുമക്ക. അപ്പൊ മുയലിന് പിന്നെ പായാൻ വയ്യ. ഇയാൾ താഴത്തിറങ്ങി മുയലിനെ ബിസ്മിൻ ചൊല്ലി ഓർത്തു. നമുക്ക് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഇയാൾക്ക് എന്തൊക്കെ കിട്ടി? ചക്ക കിട്ടി, മുയല് കിട്ടി. മുയല് പടയായിരുന്നു, അതിനിടയിൽ അതിനെ ഹലാലാക്കി ബിസ്മിൻ ചൊല്ലി ഓർത്തു. മുയല് കിട്ടുക വലിയ കിട്ടലാണ്, ചെറിയ കിട്ടലെന്നല്ല, വലിയ കിട്ടൽ. ആ ഭാഗ്യം മുയല് കിട്ടാണ്. അതും നമ്മളെ ഫാമിലെ മുയലല്ല, കാട്ടുമുയല. സകല കള്ളത്തൊരീക്കത്തുകാരും പുത്തനാശയക്കാരും പേരോടുസ്താദിനെതിരെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ പുത്തനാശയക്കാരും കള്ളത്തൊരീക്കത്തുകാരുമൊക്കെ പ്രത്യക്ഷത്തില് അവര് ശത്രുക്കളെ പോലെയാണെങ്കിലും ഇവരുടെ അന്തർധാര സജീവമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവർക്കൊരു രഹസ്യ ബാന്ധവമുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം അത്ര കൃത്യമായിട്ടാണ് ഇവർ പേരോടുസ്താദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുരുവട്ടൂരുകാരൻ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പിന്റെ അരുകും മൂലയും മുറിച്ചെടുത്തിട്ട് പേരോട് വഹാബിയായി എന്ന് പറഞ്ഞു പ്രസംഗിക്കും. ഇപ്പുറത്ത് മുജാഹിദുകാരൻ പേരോടിതാ സത്യം തുറന്നു പറയുന്നു, മുജാഹിദിനെ കടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേരോടുസ്താദിനെ പൊക്കിയും പ്രസംഗിക്കും. സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന ഒരു കുതന്ത്രമാണ്. പേരോടുസ്താദാണെങ്കിലോ നമുക്കറിയാം, സുന്നത്ത് ജമാഅത്ത് പറയാൻ വേണ്ടി ആ മനുഷ്യൻ
എത്ര ത്യാഗമാ സഹിച്ചിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പണ്ഡിതനെ വഹാബി ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ആ പണ്ഡിതന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനും മനോവീര്യം തകർക്കാനുമൊക്കെ ഈ കള്ളത്തൊരീക്കത്തുകാരും ഈ പുത്തനാശയക്കാരും എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. അവരാസൂത്രണം ചെയ്യുന്ന പദ്ധതികളാണെങ്കിലോ ഒരു തരത്തിലും ധാർമ്മികമായും മാനവികമായും അംഗീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഉസ്താദ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചെടുത്തിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങ് പ്രചരിപ്പിക്കുക. ഇപ്പൊ ഇബ്നു തൈമിയ്യയുടെ വിഷയമാണല്ലോ അവസാനം കത്തി നിൽക്കുന്നത്. ഉസ്താദ് പ്രസംഗിച്ച ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ്യയെ വെള്ളപൂശി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാൻ. സത്യത്തിൽ ഉസ്താദ് എന്താ പറഞ്ഞതെന്നൊക്കെ കേരളത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. കുരുവട്ടൂരി വട്ടന്മാ ഇവരുടെ നാടിന്റെ താളം തെറ്റി കാണാനില്ല ഒരു വഴി കെട്ടി. വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ, വട്ടൂരികൾ ഇവർ വട്ടന്മാർ. അഴകേഹം പറഞ്ഞാൽ ചിരിയാകും, പണ്ഡിതരെ കണ്ടാൽ ഭയമാകും. മതത്തിന്റെ പേരിൽ കച്ചവടം, ആദർശത്തെ കെട്ടി തടവറയിൽ പാടില്ലാത്ത പാട്ടുകൾ പാടുമ്പോൾ കൈയടിക്കാൻ പാമാരർ കൂറും. കുറിച്ചാൽ നായ കടിക്കില്ല, വായി തുറന്നാൽ ചളി വീഴും. ഹക്കിമിന്റെ ചിന്തകൾ വൃത്തിയില്ല, അന്ധകാരത്തിൽ നാടും വീഴും. വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ, വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ. കണക്കിൽ പാതി പഴഞ്ഞ കക്കൽ വീണ്ടും അവൻ ചിരി പടർത്തും. കുരുവട്ടൂരി വട്ടന്മാ ഇവരുടെ നാടിന്റെ താളം തെറ്റി കാണാനില്ല ഒരു വഴി കെട്ടി. വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ, വട്ടൂരികൾ ഇവർ വട്ടന്മാർ. അഴകേഹം പറഞ്ഞാൽ ചിരിയാകും, പണ്ഡിതരെ കണ്ടാൽ ഭയമാകും. മതത്തിന്റെ പേരിൽ കച്ചവടം, ആദർശത്തെ കെട്ടി തടവറയിൽ പാടില്ലാത്ത പാട്ടുകൾ പാടുമ്പോൾ കൈയടിക്കാൻ പാമാരർ കൂറും. കുറിച്ചാൽ നായ കടിക്കില്ല, വായി തുറന്നാൽ ചളി വീഴും. ഹക്കിമിന്റെ ചിന്തകൾ വൃത്തിയില്ല, അന്ധകാരത്തിൽ നാടും വീഴും. വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ, വട്ടൂരികൾ ഇവർ പൊട്ടന്മാർ. കണക്കിൽ പാതി പഴഞ്ഞ കക്കൽ വീണ്ടും അവൻ ചിരി പടർത്തും.